നമ്മൾ കേട്ട് വരുന്നൊരു കോട്ടുണ്ട് ഈ ഒരു പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന സമയത്ത് ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റൈസ് എ ചൈൽഡ് എന്ന് പറയും. ഇപ്പോഴത്തെ ഒരു മോഡേൺ ആയിട്ടുള്ളൊരു സാഹചര്യം എടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ കൂടുതൽ ഫാമിലീസ് ഒരു ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് വൈഫ് കുട്ടി എന്നുള്ളൊരു സെറ്റപ്പിൽ മാത്രമായിട്ട് ഒതുങ്ങി പോവാണ്. അതെങ്ങനെയാണ് ഒരു കുട്ടീനെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഒരു പാരൻറ്റിന് എന്തൊക്കെയായിരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? ഞാനൊരു ന്യൂ മദർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ ഗ്രീഫ് എന്ന് പറയുന്ന ഇതാണ്. ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ സാറ്റർഡേ സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓടിപ്പോകുന്ന എൻ്റെ തറവാട്ടിലായിരിക്കുക. അപ്പോൾ എനിക്ക് ചുറ്റും കുറേ ആൾക്കാരുണ്ട്, മാങ്ങ പറിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഭയങ്കര നല്ല ചൈൽഡ്ഹുഡ് മെമ്മറീസാണ്. ഇപ്പോൾ ഞാൻ നേരിടുന്ന ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്കൊന്നൊരു എൻ്റെ മീ ടൈം എടുക്കുകയാണെങ്കിൽ എന്നാൽ കുറച്ച് സമയം കുട്ടീനെ പിടിക്കുകയും ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറയാൻ ആളില്ല. ഐ ഹാവ് ടു ഫൈൻഡ് എ വേ. ഞാനിത് ഡീൽ ചെയ്യണമെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യാം. അതെല്ലാ ന്യൂ മദേഴ്സും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളടുത്ത് വരുന്ന പല പോസ്റ്റ്പാർട്ടം ക്ലയൻസ് പറയുന്ന ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന, അതായത് അവരൊറ്റക്കാണ്, ഭയങ്കര ലോൺലിനെസ്സും ആൻഡ് അതേപോലെ ഈ ഗ്രീഫും കീപ്പ് ചെയ്യുന്ന മദേഴ്സാണ് ഇപ്പം ചുറ്റുള്ളത്. ഈ പറഞ്ഞതിൻ്റെ ആ വില്ലേജ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ആ വില്ലേജ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനീ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈൻഡ് എ വേ, എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പാരൻസ്, ഫാദറിൻ്റെയും മദറിൻ്റെയും പ്രസൻസ് ഇന്ന് കുട്ടിയുടെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാൻഡ് പാരൻസിൻ്റെയും കസിൻസിൻ്റെയൊക്കെ പ്രസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലി ആയിട്ടുള്ള ക്വാളിറ്റി ടൈം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമുകൾ കണ്ടെത്തുക, നല്ല കമ്മ്യൂണിറ്റി നെറ്റ്വർക്കിങ്ങിലൂടെയൊക്കെ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക, കുട്ടിയെ പുറത്ത് കൊണ്ടുപോയിപ്പിക്കുക. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു, ഗോ ഔട്ട്, കുട്ടീനെയും കൊണ്ട് പുറത്ത് പോവുക എന്ന് പറഞ്ഞിട്ട് 2 വിഷ്വൽസ് കാണിക്കുന്നത്. എപ്പോഴും ഉള്ളിലുണ്ടാവുന്ന കുട്ടിയുടെ സീലിംഗ് മാത്രമാണ് അവർ കാണുന്നത്, ഒരു ഫാനും ഒരു സീലിംഗ് മാത്രം. പുറത്ത് പോകുമ്പോൾ കുറേ ആകാശം, ഇലകൾ, കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ കുട്ടീനെ കൊണ്ട് പുറത്ത് പോകാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ വില്ലേജ് ഇല്ലാത്തതിൻ്റെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. മനസ്സിലായോ? വില്ലേജ് ഉള്ളതിൻ്റെ പോസിറ്റീവ് സൈഡ് ഉള്ളതുപോലെ ഇല്ലാത്തതിൻ്റെ ഗുണങ്ങളുണ്ട്. അതായത് ഇല്ലാത്തതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ പാരൻസിന് കുറേ മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് നമ്മൾ കിട്ടില്ല. ഇങ്ങനെ വളർത്തിയാൽ മതി, അത് ചെയ്യേണ്ട. ആക്ച്വലി ഫുഡ് കൊടുക്കാൻ തുടങ്ങേണ്ടത് ഒരു 6 മന്തിന് ശേഷമാണ് കുട്ടികൾക്ക്. ഇല്ലെങ്കിൽ അത് നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് വായിച്ച് നമ്മൾ റിസർച്ച് ചെയ്ത് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. വലിയ കോമൺ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് അതില്ല. 3 മാസം കഴിയുമ്പോൾ കുട്ടി കരയുമ്പോൾ പാലില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ മദേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, കുട്ടികളെ ഹെൽപ്പ് ചെയ്യാത്ത രീതിയിലുള്ള കുറേ അൺഹെൽത്തി കാര്യങ്ങളൊക്കെ വില്ലേജ് ഉള്ളതുകൊണ്ട്. അത് രണ്ടും പ്രശ്നവും വരാണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സും കാര്യങ്ങളും വരാറുണ്ട്. അപ്പോൾ വില്ലേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ആവുക, പുറത്ത് പോവുക, ഫാമിലി ആയിട്ടുള്ളത് അവരെ മീറ്റ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോവുക, അവരായിട്ടുള്ള ക്വാളിറ്റി ടൈം നമ്മൾ കോൺഷ്യസ്ലി അതിനുള്ള എഫേർട്ടുകൾ ഇടുക, അവരുടെ അടുത്ത് കൊണ്ടുപോവുക, അവരിങ്ങോട്ടേക്ക് വിളിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഞാനിപ്പോൾ യൂഷ്വലി ചെയ്യാറുള്ളത്. അതാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ആവുള്ളൂ. കാരണം ഇപ്പം എല്ലാവരും അവരുടെ ജോലി ഇല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അത് എന്നാലും നമുക്ക് തടയാൻ പറ്റാത്ത സംഭവങ്ങളാണ് അതൊക്കെ.